ഫ്രെഡോംസ് ഫസ്റ്റ് തിയറം സ്റ്റേറ്റ് ചെയ്യാനും പ്രൂവ് ചെയ്യാനും ചോദിച്ചിട്ടുള്ളത്. എന്താ ഫ്രെഡോംസ് ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത്? കേർണൽ ഓഫ് ടി ലാംഡ ബാർ സ്റ്റാർ നോട്ട് ഈക്വൽ ടു 0 ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കേർണൽ ഓഫ് ടി ലാംഡ നോട്ട് ഈക്വൽ ടു 0. ഇതാണ് ഫ്രെഡോംസ് ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത്. ഇതെന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? സിഗ്മ പി ഓഫ് ടി എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് 0 എന്ന് പറയുന്നത് സിഗ്മ പി ടി സ്റ്റാർ പർപ്പ് റെസ്ട്രിക്റ്റഡ് 0ക്ക് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഇത് കാണിച്ചാൽ മതി. ഇതെങ്ങനെയാണ് കാണിക്കുന്നതെന്ന് അറിയോ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് അല്ല. അപ്പോൾ രണ്ട് പോർഷനും കാണിക്കണം. നമ്മൾ കേർണൽ ഓഫ് ടി ലാംഡ നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ? ഡെൽറ്റ ലാംഡ നോട്ട് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ഇതെങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാം? ഡെൽറ്റ ലാംഡ നോട്ട് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ? കേർണൽ ഓഫ് ടി ലാംഡ ഡാഷ് സ്റ്റാർ നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു മെത്തേഡിലാണ് പ്രൂവ് ചെയ്യുന്നത്. ഇനി അതേപോലെ തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ കേർണൽ ഓഫ് ടി ലാംഡ ബാർ സ്റ്റാർ നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുക്കും. അതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ ലാംഡ ബാർ സ്റ്റാർ നോട്ട് ഈക്വൽ ടു എക്സ് സ്റ്റാർ എന്ന് കിട്ടും. ഇതിൽ നിന്ന് എന്ത് കിട്ടും എന്നറിയോ? ഇതിൽ നിന്ന് നോക്കിയേ, ഇതിൻ്റെ ഇമേജിലെ ലാംഡ ബാർ സ്റ്റാറിൻ്റെ ഇമേജ് എക്സ് സ്റ്റാറിന് ഈക്വൽ അല്ലെങ്കിൽ അതിൻ്റെ പർപ്പ് 0ക്ക് ഈക്വൽ ആവില്ലല്ലോ. പർപ്പ് എന്ന് പറയുമ്പോൾ കേർണൽ ഒരിക്കലും 0 ആവില്ല. അങ്ങനെയാണെങ്കിൽ കേർണൽ ഓഫ് ടി ലാംഡ എന്താ? നോട്ട് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇതിന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിന്ന് നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് ഇവിടേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് കാണിക്കണം. ഇത് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടി പറയാം. കൺസെപ്റ്റ് മാത്രം പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കാണിക്കാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാം? ഡെൽറ്റ ലാംഡ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ കേർണൽ ഓഫ് ടി ലാംഡ ഈക്വൽ ടു 0 എന്ന് നമ്മൾ കാണിക്കുന്നത്. അതിന് ഇങ്ങനെ പറയാലോ. കാരണം എന്താ? പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്നാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. ഡെൽറ്റ ലാംഡ ഈക്വൽ ടു എക്സും ആണെങ്കിൽ കേർണൽ ഓഫ് ടി ലാംഡ ഈക്വൽ ടു 0 എന്ന് കാണിക്കുന്നതിന് പകരം നമ്മൾ നോട്ട് ഈക്വൽ ടു 0 എന്ന് കാണിക്കും. എന്നിട്ട് നമുക്ക് കോൺട്രഡിക്ഷൻ എങ്ങനെയാണ് വരിക എന്നറിയോ? നമ്മൾ ടി എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ടി കോമ്പാക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഇമേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു കോഷി സബ്സീക്വൻസ് വേണം. എന്ന് വെച്ചാൽ അതിൽ 2 എലമെൻറ്റ് ഞാൻ എടുക്കുക. ഒരു വൈ കെ വൈ എൻ എന്ന് പറഞ്ഞ 2 എലമെൻറ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നോം വാല്യൂ കണ്ടു കഴിഞ്ഞാൽ അത് കൺവേർജൻറ്റ് കാണിക്കണം. കൺവേർജ് പറഞ്ഞാൽ ലെസ് ദാൻ ഒരു എപ്സിലോൺ എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് കിട്ടണം. പക്ഷേ നമുക്കിവിടെ ഗ്രേറ്റർ ദാൻ എന്നാൽ കിട്ടുക. ഓക്കെ, അപ്പോൾ കൺവേർജിങ് അല്ലാന്ന് കിട്ടും. അങ്ങനെയാണ് ഈ കോൺക്ലൂഷൻ പോകുന്നത്. അപ്പോൾ കേർണൽ ഓഫ് ടി ലാംഡ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ കേർണലിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാം. അപ്പോൾ ഞാനൊരു എക്സ് നോട്ട് അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ കേർണൽ ഓഫ് ടി ലാംഡയിലുള്ള ഒരാളെ ഞാൻ എഴുതി വെച്ചു എക്സ് നോട്ട് എന്ന്. ഇനി ഞാൻ ടി ലാംഡ എന്ന് പറയുന്നത് ഇങ്ങനെ മാപ്പ് ചെയ്യുന്നല്ലേ. അപ്പോൾ x1 എന്ന് പറഞ്ഞൊരു എലമെൻറ്റിനെ എക്സ് നോട്ടിലേക്കാണ് മാപ്പ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അതേപോലെ x2നെ x1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അങ്ങനെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ എക്സ് കെനെ എക്സ് കെ മൈനസ് 1ലേക്ക് മാപ്പ് ചെയ്യും. എക്സ് കെ മൈനസ് 1നെ എക്സ് കെ മൈനസ് 2ലേക്ക് മാപ്പ് ചെയ്യും. x2നെ x1ലേക്ക് മാപ്പ് ചെയ്യും. അങ്ങനെ. അപ്പോൾ നോക്കിയേ, ഞാൻ ടി ലാംഡ ഓഫ് x2 കണ്ട്. അപ്പോൾ എന്താ വരിക? ടി ലാംഡ ഓഫ് x2 x1 എന്ന് വരും. അപ്പോൾ ഞാൻ ഒന്നുകൂടി ടി ലാംഡ എടുത്തു. അപ്പോൾ ടി ലാംഡ സ്ക്വയർ ഓഫ് x2 എന്ന് വരും. എന്ത് വരും? ടി ലാംഡ ഓഫ് x1. ടി ലാംഡ x1 എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നത്? എക്സ് നോട്ടിക്ക്. ഇനി ഞാൻ ഒന്നും കൂടി സ്ക്വയർ ചെയ്തു. അപ്പോൾ എന്ത് വരും? ടി ലാംഡ ക്യൂബ് x2 ഈക്വൽ ടു ടി ലാംഡ സ്ക്വയർ x1 ഈക്വൽ ടു ടി ലാംഡ എക്സ് നോട്ട്. ടി ലാംഡ എക്സ് നോട്ട് എന്താ? എക്സ് നോട്ട് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? കേർണൽ ഓഫ് ടി ലാംഡയ്ക്ക് അല്ലേ? അപ്പോൾ എന്ത് വരും? 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ 0ലേക്ക് മാപ്പ് ചെയ്യുന്ന ടി ലാംഡകളുടെ ഓരോ സെറ്റുകളാക്കി മാറ്റാം. ഒരു തവണ മാപ്പ് ചെയ്താൽ തന്നെ 0 കിട്ടുന്ന ആൾക്കാരെ ഞാൻ N1 എന്ന് വിളിച്ചു. ഒരു തവണ തന്നെ മാപ്പ് ചെയ്താൽ കിട്ടുന്ന ആൾക്കാരെ ഞാൻ N1 എന്ന് വിളിച്ചു. 2 തവണ ഇപ്പോൾ കണ്ടോ, ഒരു വട്ടം ടി ലാംഡ ചെയ്തപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടി. ഇനി 2 തവണ ടി ലാംഡ ചെയ്താലേ 0 കിട്ടുള്ളെങ്കിൽ അവരെ ഞാൻ N2 എന്ന് വിളിച്ചു. ഇവർ കണ്ടോ N2. 3 തവണ ചെയ്താലേ ചെയ്യില്ലെങ്കിൽ അതിന് N2. അങ്ങനെ K ടൈംസ് ചെയ്താലേ എന്താവുള്ളൂ? ടി ലാംഡ 0 കിട്ടുമെങ്കിൽ അവരെ ഞാൻ NK എന്ന് വിളിച്ചു. അങ്ങനെ നമ്മൾ പോയി. എന്നിട്ട് ഓരോ N1 N2 അങ്ങനെ ഒരു NK ഒക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ഈ NKൻ്റെ ഉള്ളിൽ നിന്ന് ഒരു YK എടുത്തു. ഈ നോം YKൻ്റെ വാല്യൂ 1 ആവുന്ന രീതിയിൽ ഞാനൊരു YK എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി അറിയാം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1/2 ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു കോഷി സബ്സീക്വൻസ് കണ്ടുനോക്കാം. അപ്പോൾ നോം ടി വൈ കെ മൈനസ് നോം ടി വൈ എന്നെ കാണാം. അപ്പോൾ ടി വൈ കെനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് അറിയോ? ടി ലാംഡ വൈ കെനെ നമുക്ക് ടി മൈനസ് ലാംഡ വൈ കെ എന്ന് എഴുതി കൂടെ. ഇതിന് ടി വൈ കെ മൈനസ് ലാംഡ വൈ കെ എന്ന് എഴുതി കൂടെ. ഇതിന് ടി വൈ കെ എന്ത് ചെയ്താൽ ടി ലാംഡ വൈ കെ പ്ലസ് ലാംഡ വൈ കെ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതി വെച്ചു. അതേപോലെ ടി വൈ എന്നിനെയും അതേപോലെ എഴുതി വെച്ചു. ഇനി ലാംഡ വൈ കെനെ മാത്രമേ ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരെയും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് മോഡ് ലാംഡയെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ വന്നല്ലോ. ഇനി നോക്കിയേ, ഈ ടേമുകളൊക്കെ NK മൈനസ് 1 അങ്ങനെയാണെങ്കിൽ ഈ വൈക്ക് എവിടെയുള്ള NKയിൽ, ഇവരൊക്കെ എവിടെയുള്ള NK മൈനസ് 1. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്ത് പറയാൻ പറ്റും? ഇവരെയുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1/2 ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നോം എടുത്തപ്പോൾ ഗ്രേറ്റർ ദാൻ λ/2 എന്ന് കിട്ടി.
ഗ്രേറ്റർ ദാൻ മോഡ് λ/2. അതിനർത്ഥം എന്താ? ഇവരൊരിക്കലും കൺവേർജ് ആവുന്നില്ല. ഏത് വൈക്കെയും വൈ എൻ എടുത്തു കഴിഞ്ഞാലും അവർ കൺവേർജ് ആവുന്നില്ല, ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടുമല്ലോ, അത് വെച്ചിട്ട് നമുക്കിത് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ടി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് അതേ മെത്തേഡ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതും പറയാൻ പറ്റും. നിങ്ങൾ സിമിലാർലി ടി സ്റ്റാർ ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ, സോ വി ക്യാൻ സേ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ എഴുതി വെച്ചാൽ മതി. കേർണൽ ഓഫ് ടി ലാംഡ ബാർ സ്റ്റാർ നോട്ട് ഈക്വൽ ടു 0 പ്ലസ് ഡെൽറ്റ ലാംഡ സ്റ്റാർ നോട്ട് ഈക്വൽ ടു എക്സ് സ്റ്റാർ എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് എന്താ കാണിക്കണ്ടേ? ഇത് കാണിക്കണല്ലേ. ഡെൽറ്റ ലാംഡ നോട്ട് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ കേർണൽ ഓഫ് ടി ലാംഡ ബാർ സ്റ്റാർ നോട്ട് ഈക്വൽ ടു എക്സ് 0 എന്ന് കാണിക്കണം. അതിനെന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമുക്കറിയാവുന്ന കാര്യമാണ്. എൻ്റെ ഇമേജ് എടുത്ത് പർപ്പെടുത്തു കഴിഞ്ഞാൽ എ സ്റ്റാറിൻ്റെ കേർണലിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതിൽ എക്ക് ടി ലാംഡ എന്നും വൈക്ക് എക്സും നേരെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്ന അറിയോ? ഇമേജ് ഓഫ് ടി ലാംഡ പർപ്പിക്കൽ ടു കേർണൽ ഓഫ് ടി ലാംഡ സ്റ്റാർ. ഇമേജ് ഓഫ് ടി ലാംഡ എന്താ? ഡെൽറ്റ ലാംഡ പർപ്പിക്കൽ ടു കേർണൽ ഓഫ് ടി ലാംഡ ബാർ സ്റ്റാർ എന്ന് കിട്ടി. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് അറിയാം? ഡെൽറ്റ ലാംഡ ഒരു ക്ലോസ്ഡ് സബ് സ്പേസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ലാംഡ എക്സ് അല്ലാന്നുണ്ടെങ്കിൽ, ഇവിടെ പർപ്പ് എന്ന് പറഞ്ഞാൽ കേണലാണല്ലോ, ഡെൽറ്റ ലാംഡ എക്സ് അല്ലെങ്കിൽ കേണൽ ഓഫ് ടി ലാംഡ ബാർ സ്റ്റാർ 0 ആയിരിക്കില്ല. ഇതിൻ്റെ പർപ്പ് കേണലിൽ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ഈക്വൽ ടു എക്സ് ആവണ്ടേ? അങ്ങനെ നോട്ട് ഈക്വൽ ടു എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇതിന് നമുക്ക് സിമ്പിളായിട്ട് പറയാമല്ലോ. ഇനി അതേപോലെ നമുക്കിനി അടുത്തെന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ഇതിന് നമുക്കിത് കിട്ടിയില്ലേ? ഇതിൻ്റെ ഇമേജിൽ എക്സ് സ്റ്റാറിന് ഈക്വൽ അല്ലെങ്കിൽ അതിൻ്റെ പർപ്പ് 0ന് ഈക്വൽ ആയിരിക്കില്ല. ഇനി ഇതിന് നമുക്കിത് കിട്ടണം. അതിനെന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ ഇത് പറഞ്ഞ പോലെ ഇമേജ് എൻ്റെ പർപ്പ് എ സ്റ്റാറിൻ്റെ കേണലിന് ഈക്വല എന്ന് പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് കേണലിൻ്റെ എ എന്ന് പറയുന്നത് ഇമേജ് എ സ്റ്റാറിൻ്റെ പർപ്പിന് ഈക്വലാണ്. ഓക്കെ, ഇതിൽ എക്ക് നമ്മൾ എന്ത് ചെയ്യുക? ടി ലാംഡ ഇട്ട് കൊടുത്താൽ നമുക്ക് കേണൽ ഓഫ് ടി ലാംഡ ഈക്വൽ ടു ഡെൽറ്റ ലാംഡ ബാർ സ്റ്റാർ പർപ്പ് എന്ന് പറയാൻ പറ്റും. ഇതിന് ഈ സംഭവം പറഞ്ഞൂടെ? ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അല്ല നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫ്രെഡോംസ് ഫസ്റ്റ് തിയറം പ്രൂവ് ചെയ്യുന്നത്.